ഇല്ല. നിങ്ങളുടെ ഉള്ളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് നിങ്ങളുടെ ഇഷ്യൂ നിങ്ങൾക്ക് മനസ്സിലാവും. സാധാരണ ആൾക്കാർക്കൊന്നും അറിയത്തില്ല. അവർക്ക് പറയും എനിക്ക് കരച്ചിൽ വരുന്നു, എനിക്ക് പേടി വരുന്നു എന്ന് പറയുള്ളൂ. അപ്പം നിങ്ങളുടെ ഇത് പഠിച്ച് സൈക്കോളജി പഠിച്ചതിൻ്റെ പേരിൽ നിങ്ങൾ ഉള്ളിലേക്ക് നോക്കി കഴിയുമ്പോൾ ഉള്ളിൽ നടക്കുന്ന ചിന്തകളെ നിങ്ങൾ മനസ്സിലാക്കും. ചിന്തകൾ എന്ന് പറയുന്ന വാക്കുകളാണ്. കറക്റ്റ് മനുഷ്യർ പറയുന്ന പോലെ പാമ്പെന്നെ കടിക്കും, ആ ടോണിൽ പറയും. അപ്പൊ നിങ്ങൾ ഈ പറയുന്ന ആ ശബ്ദം ഉണ്ടാക്കുന്ന ആരാണോ അവരോടുള്ള കാര്യം തുറന്നു പറയണം. ഏത് പാമ്പാടാ കടിക്കുന്നത്? ആ അത് അവിടെയല്ല കിടക്കുന്നത്, അതെങ്ങനെ നിന്നെ കടിക്കുന്നത്? അല്ല, അത് കടിക്കും. കടിക്കേലെന്ന് പറയരുത്. കടിക്കേലെന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ മൈൻഡാ മറ്റേ പാർട്ടിയുടെ. അപ്പൊ ആ പുള്ളി അംഗീകരിക്കാൻ പോകുന്നില്ല. അപ്പൊ അവനെ കൊണ്ട് തന്നെ പറയിപ്പിക്കും, ആ പാമ്പ് അവിടെയല്ലേ കിടക്കുന്നത്, നീ ഇവിടെയല്ലേ നിൽക്കുന്നത്, അതെങ്ങനെ നിന്നെ കടിക്കുന്നത് പറ. ആ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കടിക്കൊന്നുമില്ല, തീർന്നു, അത്രേ ഉള്ളൂ. ഞാൻ കുറെ കുറച്ചു നേരം ഇങ്ങനെയൊന്ന് നമ്മൾ അങ്ങനെയാണല്ലോ അംഗീകരിക്കാൻ തയ്യാറുണ്ട്. എന്ത് പറഞ്ഞാലും നമ്മൾ ഒന്ന് ഉരുട്ടി എടുത്തിട്ടേ സമ്മതിക്കുള്ളൂ. എടാ നീ ലേറ്റ് ആയില്ലേ? അല്ല, ലേറ്റ് ആയോ എന്ന് ചോദിച്ചാല് ആ അരമണിക്കൂർ ലേറ്റ് ആയി, അതൊക്കെ പറയും. പക്ഷെ സ്ട്രെയിറ്റ് യെസ്, ഐ ആം ലേറ്റ്. നമ്മൾ മൈൻഡ് മാസ്റ്ററി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉരുട്ടുകളിയില്ല. സ്ട്രെയിറ്റ് ഫോർവേഡ്. നമ്മളൊരു കടയിൽ ചെന്നു, ചേട്ടാ ഇത് വേണ്ടേ? വേണ്ട, തീർന്നു. അല്ലെങ്കിൽ എന്നു വെച്ചാൽ അയ്യോ ഞാൻ ഏതായാലും കടയിൽ ചെന്ന് ഇത്ര നേരം അവിടെ സമയമൊക്കെ കളഞ്ഞിട്ട് ഇനി എങ്ങനെയാ വേണ്ടെന്ന് പറയുന്നത്, അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും? അതൊന്നും നമുക്ക് എന്തിനാ വെറുതെ സമയം കളയുന്നത്?